അടൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ മരണത്തിന് ഇടയാക്കിയത് കസ്റ്റഡി മർദ്ദനമെന്ന് പരാതി. 2020 മെയ് 22 നെല്ലിമുകൾ സ്വദേശി ജോയൽ മരിച്ചത്. മുൻ CI യു ബിജു, ASI ശ്രീകുമാർ, SI ഷിജു പി സാം എന്നിവർ ജോയലിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നതാണ് ആരോപണം. കസ്റ്റഡിയിൽ മർദ്ദനമേറ്റ് 4.5 മാസം പിന്നിട്ടപ്പോഴാണ് ജോയൽ മരിച്ചത്. ജോയലിനെ കാണാനെത്തിയപ്പോൾ തന്നെയും മർദ്ദിച്ചുവെന്ന് പിതൃ സഹോദരി KK കുഞ്ഞമ്മ ആരോപിച്ചു. ഈ ഇടി കണ്ടാൽ ലോകത്തൊരു നോക്കി നിൽക്കത്തില്ല. ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആൾ അവനെ കുനിച്ച് നിർത്തിയാണ് പുറത്തിടിച്ച്. യു ബിസാറാണ് ആദ്യമേ തുടങ്ങി. അത് മുട്ട് വെച്ച് വയറിനായിരുന്നു. ആ വയറിൻ്റെ അവിടെ 2 ഇടി. ആ നാവിയുടെ അവിടെ കയറി അമ്മക്ക് പിടിച്ചപ്പോൾ അവൻ വളഞ്ഞു പോയി. കണ്ണു മഴിപ്പിച്ച് ഞാൻ അവൻ്റെ ഇടുക്കിൽ നിൽക്കുക. ഇതെൻ്റെ അമ്മയാണെന്നും പറഞ്ഞാണ് വിളിച്ച് അടുത്ത് നിർത്തിയത്. പച്ച രീതി കൊല്ലാനാണെന്ന് ഞങ്ങൾക്ക് അന്നേരേ മനസ്സിലായി. അപ്പം ഞങ്ങൾ 2 വക്കീൽസാനെ വിളിച്ചു. അർഷൻ എന്ന് പറഞ്ഞ CPM-ൻ്റെ ആളിനെ ഞാൻ 6 പ്രാവശ്യം വിളിച്ചു. സാറേ ഇന്നതുപോലെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ പാർട്ടിയിലാണ്, മീറ്റിങ്ങിൽ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഒരു വാക്ക് വിളിച്ചില്ല. വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ എന്തായാലും അവനെ ചെയ്യത്തില്ല. അവൻ ഇത്രയും വലിയൊരു പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനെ പച്ച രീതി കൊല്ലിച്ചു. ഒരു നിസ്സാരമായി അവൻ ചോദിച്ചായിരുന്നു, ഈ വെള്ളപ്പൊക്കത്തിന് വന്ന പൈസയുടെയൊക്കെ ഒരു കാര്യം ചോദിച്ചതിനാണ് ഇത് ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു സ്ത്രീയായ ഞാൻ ഇടയ്ക്കുണ്ടെന്ന് പോലും ഒരു പോലീസുകാർ ചിന്തിച്ചില്ല. ഈ ഷിജു പി സാം എന്ന് പറഞ്ഞവൻ എന്തോ ഇടിച്ചെന്നറിയാമോ? ഇപ്പോഴും അവൻ ഈ പോലീസിലുണ്ട്. ഇടിച്ചിടി കണക്കില്ല. എന്നിട്ട് വലിച്ച് സെല്ലിൽ എറിഞ്ഞിട്ടു. എന്നെ ഇടിച്ചത് യു ബിജു ആണ് മുട്ടിനിടിച്ചത്. അത് അവനെ ഇടിച്ച് ഇടിയാണ്. 2 മൂന്നാമത്തെ അതിൻ്റെ ഇവിടെ കൊണ്ട് ഞാൻ കാലുകൊഴി മൂത്രം അത്ര രീതി ഞാൻ അവിടെ കിടന്ന് പൊളഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ. 2ാമത് ഷിജു ആണ് അവനെ അടിച്ചടി എൻ്റെ ഇവിടെ കൊണ്ട്. ഇന്ന് ഞാൻ ഈ ചെവി ഈ സൈഡും കൊണ്ട് 3 കൈയിട്ട് ചാവിട്ടി തീരുമയാണ്ട കാല് കണ്ടോ എല്ലാം ചാവിട്ടി ഷൂവിട്ട് ചെയ്ത ആ രീതി നിങ്ങൾ ആ CCTV എടുപ്പേര് അതിൽ കാണാൻ മൊത്തം. അതേസമയം ആരോപണം നിഷേധിക്കുകയാണ് മുൻ CI യു ബിജു. പരാതി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അന്ന് ഉന്നയിച്ചില്ല എന്ന് ബിജു ചോദിക്കുന്നു. CK അഭിലാലുണ്ട്. അഭിലാൽ, അതീവ ഗൗരവതരമായ പോലീസ് അതിക്രമത്തിന്റെ ആരോപണമാണ് അവരുടെ വാക്കുകളിൽ നമുക്ക് വ്യക്തമാകുന്നത്. മാത്രമല്ല അതിന് പിന്നാലെ, ഈ സംഭവത്തിന് പിന്നാലെ ജോയൽ എന്ന ചെറുപ്പക്കാരന് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ഈ പോലീസിന്റെ വിശദീകരണം സാധാരണ നിലയിൽ മുഖവിലേക്ക് എടുക്കാൻ കഴിയില്ല. പരാതി നൽകാത്തത് എന്ത് എന്ന ചോദ്യത്തിന് പോലും പ്രസക്തി ഉണ്ടാവില്ല. അത്രമേൽ ഭയപ്പെട്ടു പോയിട്ടും ഉണ്ടാകാം. വിവരങ്ങൾ എന്താണ്? രതീഷ്, 2020 ജനുവരി മാസം 1-ാം തീയതി വൈകുന്നേരം 4:30 പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടാകുന്നത്. ജോയൽ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് പിന്നിൽ മറ്റൊരു വാഹനം ഇടിച്ചതുമായി ബന്ധപ്പെട്ട് ജോയലും അടൂർ സ്വദേശിയായ ഒരാളും തമ്മിലുള്ള തർക്കമാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. ഈ ഘട്ടത്തിൽ വാഹനം പിടിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ ജോയലിനെ കസ്റ്റഡിയിലെടുത്ത് അവിടെ പാർപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ വിവരം അറിഞ്ഞാണ് പിതൃ സഹോദരി അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച KK കുഞ്ഞമ്മ അടക്കം ബന്ധുക്കൾ അവിടെ എത്തിച്ചേരുന്നത്. അവരുടെ സാന്നിധ്യത്തിൽ ജോയലിനെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന യു ബിജു, അതോടൊപ്പം തന്നെ ASI ശ്രീകുമാർ, SI ആയിട്ടുള്ള ഷിജു പി സാം എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് പിതൃ സഹോദരി ഉന്നയിക്കുന്ന ആരോപണം. ഇത് 5 വർഷത്തിന് ശേഷം ഉയർന്നു വരുന്ന ഒരു ആരോപണമല്ല. ഈ കസ്റ്റഡി മർദ്ദനം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന സമയത്തിന് ശേഷം 4.5 മാസങ്ങൾക്ക് ശേഷം മെയ് 22-ാം തീയതി ഷിജു മരണമടയുന്നു. ഇതിന് പിന്നാലെ പിതൃ സഹോദരിയും അതോടൊപ്പം തന്നെ ബന്ധുക്കളും 5 വർഷങ്ങൾക്ക് മുൻപ് പത്തനംതിട്ട പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം വിളിച്ച് സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അതേസമയം പിന്നീട് ഈ സമീപകാലത്ത് ഉയർന്നു വന്ന ഇതര സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇവർ വീണ്ടും പരാതിയുമായി മാധ്യമങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഗൗരവം ഒട്ടും കുറവാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല. മാത്രമല്ല, അന്ന് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തിയതിനോടൊപ്പം തന്നെ ആരോപിതരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ മുഖ്യമന്ത്രി അടക്കം പ്രധാനപ്പെട്ട ഭരണ നേതൃത്വത്തിലുള്ള ആളുകളെയും അതോടൊപ്പം തന്നെ DGP അടക്കം ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സമീപിച്ചിരുന്നു. പക്ഷേ നീതി ലഭ്യമായില്ല. മാത്രമല്ല, സമാന്തരമായി തന്നെ ആ സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി വിവരാവകാശ പ്രകാരം KK കുഞ്ഞമ്മ അപേക്ഷ നൽകിയെങ്കിലും വർഷം 5 അടുക്കുന്നു. ഇതിന് യാതൊരു തരത്തിലുള്ള നടപടികളും അനുകൂലമായി സംഭവിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും സംഭവമാണ്. DYFI പ്രവർത്തകന്റെ മരണമാണ് 2020 സംഭവിച്ചത്. അന്നേ പരാതിയുണ്ട്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലുമില്ല. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. വീണ്ടും ആ വിഷയം ഉയർന്നു വരികയാണ്. എന്തുകൊണ്ട് നടപടി ഉണ്ടായില്ല, അന്വേഷണം ഉണ്ടായില്ല എന്ന ചോദ്യമൊക്കെ ബാക്കിയാവുകയാണ്.